ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സഫ മുൾക്ക് സബ് ജില്ലാ കലോത്സവം നടക്കുകയാണ്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ പള്ളിക്കലോട്ട് പോവുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇന്നലെ 2 ഐറ്റം ഉണ്ടായിരുന്നു, ഇന്ന് 3 ഐറ്റം ഉണ്ട് കേട്ടോ. ഇന്നലെ ഖുർആൻ പാരായണവും കയ്യെഴുത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഖുർആൻ പാരായണം അവരുടെ പ്രോഗ്രാം നടത്തിയതിനോട് എനിക്ക് ഒരു താല്പര്യവും തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ മൈക്കില്ല, ജഡ്ജസിൻ്റെ മുന്നിൽ കുട്ടികൾ വന്ന് സാധാ അവരുടെ വോയിസിൽ പതുക്കെ ചൊല്ലുകയാണ്. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരാൾ ഓതുന്നത് മറ്റൊരാൾ കേൾക്കാൻ പാടില്ല. ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന കുട്ടികളുണ്ടല്ലോ, 41 പേര് ഉണ്ടായിരുന്നു മൊത്തത്തിൽ. അവർ മറ്റൊരാൾ കേട്ടാൽ അത് കേട്ട് ഓതുമെന്നാണ് ഇവർ ന്യായം പറയുന്നത്. പക്ഷേ എനിക്കതിനോട് ഒരു യോജിപ്പില്ല. നിങ്ങളതിനോട് യോജിക്കുന്നുണ്ടോ? മത്സരം നടക്കുന്നത് മൈക്കിലാവണം, എന്നാൽ മാത്രമല്ലേ നമ്മുടെ പേരൻസിന് അത് കേട്ടൊന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. അതുപോലെ ഇന്നതാ ഇവിടെ വന്നു. രാവിലെ 9-നാണ് പ്രോഗ്രാം. അത് പറഞ്ഞ് നമ്മൾ വന്നിരിക്കുകയാണ്. പക്ഷേ 9-ന് നമ്മൾ എത്തിയെങ്കിലും ഒരു വിധ സജ്ജീകരണങ്ങളും നടന്നില്ല ഇതുവരെയും. ജഡ്ജസ് മറ്റുള്ളവരും ഒക്കെ സംഘാടകരും ഒക്കെ വന്നു പ്രോഗ്രാംസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവിടെ വേറെ ഒരു പരിപാടികളും ഇതുവരെ തന്നെ തുടങ്ങിയിട്ടുമില്ല. അങ്ങനെ സഫദ ഇന്നിപ്പോൾ ഫസ്റ്റിൽ അറബിക്ക് പദ്യം ചൊല്ലലുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് മഫ്തയൊക്കെ കെട്ടി റെഡി ആയിരിക്കുകയാണ്. നമ്മൾ സഫയുടെ ടീച്ചറാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. സഫയാണെങ്കിൽ മഫ്തയൊന്നും കൊണ്ടല്ല വന്നത്, അപ്പോൾ ടീച്ചറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചറെടുത്ത് കെട്ടി ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടുത്താണ്. നല്ല ക്വാളിഫിക്കേഷൻസ് ഉള്ള ജഡ്ജസാണ് കേട്ടോ. പാലക്കാട്ടുകാരായ 3 ജഡ്ജസാണ് ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും പ്രോഗ്രാമും ബാക്കി ഇവിടെ സംഘാടനവും ഒക്കെ സൂപ്പറായിട്ട് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. 9 മണിക്കാണ് പരിപാടി പറഞ്ഞതെങ്കിലും 10:45 പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഇവിടെ പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. കുട്ടികളൊക്കെ എല്ലാവരെയും 10 പേരെ വെച്ച് വിളിച്ചിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയത് 17ാമത്തെ നമ്പറാണ് കേട്ടോ. 60ഓളം കുട്ടികളുണ്ട്. 76 സ്കൂളിൽ നിന്ന് 60ഓളം കുട്ടികളുണ്ട് മത്സരത്തിന്. 60-ന് പുറത്തും തോന്നി എനിക്ക് തോന്നുന്നു. ഞങ്ങൾക്ക് 17 കിട്ടിയത്. ഇന്നലെ ഖുർആൻ പാരായണത്തിന് 41 സഭയുടെ നമ്പർ. ലാസ്റ്റ് ആയപ്പോൾ സഭയെ ഖുർആൻ പാരായണം അവർ ഓദിപ്പിച്ചത് തന്നെ ലാസ്റ്റ് ഒരു 3 ലൈൻ, അതായത് വത്തീനി വസൈത്തൂനി വത്തൂരി സീനി എന്ന് പറയുന്ന ആ ഒരു സൂറയാണ്. ആ ഒരു സൂറത്തിൻ്റെ 3 ആയത്ത് മാത്രമാണ് ഓദിപ്പിച്ചത്. ശരിക്കും എനിക്കതിനോട് ഭയങ്കര വിയോജിപ്പായിരുന്നു. കാരണം എന്നിട്ട് തന്നെ സഭയ്ക്ക് ഉണ്ടായിരുന്നു. സഭ നന്നായിട്ട് ഓതും. പക്ഷേ എന്ത് ചെയ്യാം, സൂറത്ത് ഫുള്ള് ഓതി തീർക്കാൻ അവർ അനുവദിച്ചില്ല. അതൊക്കെ വലിയ പ്രശ്നമാകും. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം കാണാം. നെക്സ്റ്റ് ഇനി സഫയാണ് കേട്ടോ. സഫ റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ സഫയുടെ ഊഴമായി അടുത്ത് സഫയുടെ പാട്ട് നമുക്ക് കേൾക്കാം.
ഇനി അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് 1 മണിക്ക് ദേശഭക്തി ഗാനമുണ്ട് സഭയ്ക്കും അവരുടെ ടീമിനും. അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാണ് കേട്ടോ. നല്ല മാമ്പഴ കളറിലുള്ള പാവാടയും കറുത്ത ഉടുപ്പുമാണ് അവരിടുന്നത്. അപ്പോൾ അതായത് കണ്ടില്ലേ, ഇതാണ് കുട്ടികളുടെ വേഷം എന്ന് പറയുന്നത്. എല്ലാവരും കൂടി നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അങ്ങനെ ഇവരിതാ ഒരുങ്ങുന്ന കേട്ടോ. മേക്കപ്പ് ഇടൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തരായിട്ട്. ഇത് നമ്മുടെ ആർദ്രയുടെ അമ്മയാണ് ഒരുക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ വിളിച്ച് നിർത്തിയിട്ട് ഓരോരുത്തർക്കും മേക്കപ്പ് ഇട്ട് വിടും. അടുത്ത ആൾ ഇങ്ങനെ ലൈനായിട്ട് വരും. അങ്ങനെ മായ എന്നാണ് അവളുടെ പേര്. അപ്പോൾ മായ ഇങ്ങനെ ഓരോരുത്തരായിട്ട് സെറ്റ് ചെയ്ത് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സംഭവങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഒരുങ്ങാൻ വേണ്ടി ഇവർക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. പെൺപിള്ളേരല്ലേ, ഒരുങ്ങാൻ കൊണ്ട് കളഞ്ഞു കൊടുത്താൽ മതിയല്ലോ. ഭയങ്കര സന്തോഷത്തോടു കൂടി ഇതേ മുഖമൊക്കെ കൊണ്ട് വച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിട്ടാണ് നിൽക്കുന്നത് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത് അതേ കണ്ടോ, എല്ലാവരും ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ പരിപാടി 1 മണിക്കാണ് പറഞ്ഞതെങ്കിലും 2 മണിയായാലും എനിക്ക് തോന്നുന്നില്ല. അവിടെ സ്റ്റേജിൽ നടക്കുന്ന പരിപാടിയൊന്നും അവിടെയും കഴിഞ്ഞിട്ടില്ല. വേറൊരു സ്റ്റേജിലാണ് കേട്ടോ, ഈ സ്റ്റേജിലല്ല, വേറൊരു സ്റ്റേജിലാണ്. പള്ളിക്കൽ ധന്യ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ മണ്ടയിലാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ പ്രോഗ്രാം 1 മണിക്ക് പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു 2:30 മണിയെങ്കിലും കഴിയും, എന്നിട്ടേ ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, സദ്യയായിരുന്നു. സദ്യയൊക്കെ കഴിച്ചിട്ട് വന്നിട്ടാണ് കുട്ടികൾ ഒരുങ്ങുന്നത്. ഇനി ഈ ഒരു ഒരുക്കം കഴിഞ്ഞിട്ട് നമ്മൾ ധന്യ സൂപ്പർ മാർക്കറ്റിലോട്ട്, അവിടുത്തെ ഒരു സ്റ്റേജാണ്, അതിൻ്റെ മുകളിൽ ഭാഗത്തോട്ട് പോകാനായിട്ട് ഇരിക്കുകയാണ്. ഇവരുടെ ഒരുക്കം കഴിഞ്ഞിട്ട് വേണം ഇനി കൺപോളയിലെ കരി വരച്ചിട്ട് അത് ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ അടുത്ത് കൊണ്ട് വന്നിട്ട് പറഞ്ഞു ഇച്ചിരി ഊതി കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും റെഡിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഇനി ദേശഭക്തി ഗാനം തുടങ്ങുന്നതിന് മുമ്പ് ഇവരെ കൊണ്ട് ഒരു ട്രയൽ പാടിക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം ദേശഭക്തി ഗാനം ഉടൻ തന്നെ ആരംഭിക്കും എന്ന് അനൗൺസ് പറഞ്ഞിട്ടുണ്ട്. ജഡ്ജസൊക്കെ ബ്രേക്ക് എടുക്കാൻ പോയിരിക്കുവാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നാൽ ഉറപ്പായിട്ട് അപ്പോൾ തന്നെ ദേശഭക്തി ഗാനം ആരംഭിക്കും. അപ്പോൾ ഇവരൊന്ന് ട്രയൽ പാടി നോക്കാനായിട്ട് ടീച്ചർ പറഞ്ഞു. അപ്പോൾ ടീച്ചറുടെ നിർദ്ദേശങ്ങൾ അപ്പടി അനുസരിക്കും കേട്ടോ. നമ്മുടെ നിർദ്ദേശങ്ങൾ മാത്രമേ ഇവർക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. ടീച്ചർ എന്ത് പറഞ്ഞാലും അത് അവർ അപ്പോൾ തന്നെ അനുസരിച്ചോളും. അങ്ങനെ പാട്ടിൻ്റെ ട്രയലൊക്കെ കഴിഞ്ഞിട്ട് ദേ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഒരേ ഡ്രസ്സിൽ നിൽക്കുകയല്ലേ, അപ്പോൾ എല്ലാവരും കൂടെ ചേർത്ത് നിർത്തിയിട്ട് ഒരു ഫോട്ടോഷൂട്ട് നടക്കുകയാണ് കേട്ടോ. ഭയങ്കര രസമുണ്ട്, ക്യൂട്ടായിട്ടുണ്ട് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇവരുടെ ടീച്ചേഴ്സൊക്കെ ഇവരുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേ നോക്കിയേ, നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ഇവിടെ ഒരു കൃഷിഭവനായിരുന്നു. ആ കൃഷിഭവനിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് പരിപാടി പദ്യ ചൊല്ലൽ ഉണ്ടായിരുന്നത്. അല്ല, മദ്രസ ഹാളിൽ വെച്ചിട്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ കൃഷിഭവനിൽ നിൽക്കുകയാണ്. അവിടെ കഥ പറച്ചിൽ മറ്റ് പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ധന്യ സ്റ്റോറിൻ്റെ മുകളിലോട്ടാണ്. അപ്പോൾ അതിന് മുമ്പേ നമ്മളിവിടുത്തെ ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ കഴിഞ്ഞിട്ട് ഇവരെയും കൂട്ടി നേരെ നമ്മൾ ധന്യ സ്റ്റോറിൻ്റെ മുകളിലോട്ട്
അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. അതിനിടയിൽ കണ്ണുപെടാതിരിക്കാനാണ് ടീച്ചറിൻ്റെ മോനാണ് കേട്ടോ, അവനെ കൂടി ദേശഭക്തി ഗാനത്തിന് അവനുണ്ട്, നന്നായിട്ട് പാടും. അപ്പോൾ ഇവരെല്ലാവരും കൂടിയാണ് ദേശഭക്തി ഗാനം പാടാൻ വേണ്ടി നിൽക്കുന്നത്. അതേപോലെ നിൽക്കുന്നത് ഇവിടെ നമ്മൾ വന്നപ്പോൾ ജഡ്ജസ് എല്ലാം പോയിരിക്കാൻ കേട്ടോ, ആരുമില്ല, എല്ലാം ശൂന്യമാണ്. ഇവിടെ സ്റ്റേജ് മൈക്ക് സെറ്റ് ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ. പിന്നെ സംഘാടകരുണ്ട്. നമ്മുടെ ഇവരാരും വന്നിട്ടില്ല കേട്ടോ, ജഡ്ജസ് ആരും വന്നിട്ടില്ല. അതേ നോക്കിയേ, ഇത്രയും ദേശഭക്തി ഗാനം എന്നൊക്കെ പറയുമ്പം 60 എത്രയോ സ്കൂളുകളിൽ നിന്നുള്ള ദേശഭക്തി ഗാനം ഉണ്ടായിരുന്നു. 68 സ്കൂളുകളിൽ നിന്ന് ദേശഭക്തി ഗാനമുണ്ടായിരുന്നു. എന്നിട്ട് ഈ വന്ന കുട്ടികൾ, ഒരു ടീമിൽ 7 കുട്ടികളുണ്ട്. ഇവർക്ക് ഇരിക്കാനായിട്ട് തുച്ഛമായിട്ടുള്ള ചെയർ മാത്രം, ഇരിക്കാനുള്ള സൗകര്യമില്ല, ഫാനില്ല എന്ന് പറയേണ്ട അതിഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും നിന്ന് എത്ര സമയം നിന്നൊന്നോ, പരിപാടി തുടങ്ങിയതിന് 3 മണിയായി. 1 മണിക്ക് പറഞ്ഞ പരിപാടി ആരംഭിച്ചത് 3 മണിക്കാണ്. ഇത് കുട്ടികളൊക്കെ ഇങ്ങനെ ഒരുങ്ങി റെഡിയായിട്ട് ഭയങ്കര അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ആ കാത്തിരിപ്പാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ചൂടെടുത്തിട്ട് അവർ ആകെ വിഷമത്തിലാണ്. കുറേ നേരം നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഇനി ജഡ്ജസ് വന്നാൽ മാത്രമേ പരിപാടി ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു പരിപാടി. ഒന്നാമത്തെ നമ്പർ കഴിഞ്ഞു. രണ്ടാമത്തെ നമ്പറായിരുന്നു നമുക്കുള്ളത്. സംഘനൃത്തവും അതുപോലെ മാപ്പിളപ്പാട്ടും ഒക്കെ ഉള്ളത് കൊണ്ട്, മറ്റു പരിപാടികളൊക്കെ നടക്കാൻ ഈ കുട്ടികൾ മത്സര ഇനത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ 2 നമ്പർ നമുക്ക് കിട്ടി. അപ്പോൾ എന്തായാലും ദേശഭക്തി ഗാനം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പരിപാടിയിലോട്ട് പോകാമല്ലോ. മാപ്പിളപ്പാട്ട് 2:45 പറഞ്ഞത് എങ്കിലും നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗവും ഹൈസ്കൂൾ വിഭാഗവും ഒന്നും പദ്യം ചൊല്ലല് ആ സ്റ്റേജിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. Nityabasura
ദേശഭക്തി ഗാനം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് സഫയ്ക്ക് മാപ്പിളപ്പാട്ടുണ്ട്, സോദിക്കും മറ്റും സംഘനൃത്തമുണ്ട്. അപ്പോൾ നമ്മൾ ഇനി മാപ്പിളപ്പാട്ടിൻ്റെ വേദിയിലേക്ക് പോവുകയാണ്. സഫയുടെ നമ്പർ 17 ആയിരുന്നു. അപ്പോൾ ഇവിടെ 17, 14 ആയിരുന്നു. പ്രശസ്ത മാപ്പിളപ്പാട്ട് രചയിതാവായ മോയിൻകുട്ടി വൈദ്യർ രചിച്ച സംഗീതപമതി എന്ന ഗാനമാണ് ഞാൻ ഇവിടെ പാടാൻ പോകുന്നത്. സംഗീതപമതി സംഗീത
സമയം 5 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം ഇന്നത്തെ പ്രോഗ്രാംസ് 3 ഐറ്റവും കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീട്ടിൽ പോകാൻ സഫയും കൂട്ടുകാരും സമ്മതിക്കുന്നില്ല. കാരണം സോദിയുടെയും അവരുടെ ക്ലാസ്സിലെ തന്നെ കുട്ടികളുടെ സംഘനൃത്തമാണ് വേദിയിൽ നടക്കുന്നത്. അത് കണ്ടിട്ടേ പോള് എന്ന് നിർബന്ധം പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറേ നേരമായി നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അവരുടെ പ്രോഗ്രാം കൂടി കണ്ടതിന് ശേഷം മാത്രമേ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് ബസ് കിട്ടാനാ വലിയ പാടെ. പള്ളിക്കൽ നിന്ന് പിന്നെ അരമണിക്കൂർ ഇടവിട്ടാണ് ബസ്. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ വേണം ഇനി നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സംഘനൃത്തവും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇനി പോവായി. നല്ല മനോഹരമായിട്ടുള്ള സംഘനൃത്തമായിരുന്നു. കൃഷ്ണശ്രീയും സംഘവും അവതരിപ്പിച്ച സംഘനൃത്തം വളരെ മനോഹരമായിട്ട് തന്നെ കുട്ടികളെല്ലാവരും കളിച്ചു. ഇനി നമ്മൾ വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുപോലെ നാളെയും 9 മണിക്ക് തന്നെ പ്രോഗ്രാം തുടങ്ങും. അതുകൊണ്ട് സഫയ്ക്കും രാവിലെ 9 മണിക്ക് ഫസ്റ്റ് പ്രോഗ്രാമുണ്ട്. രാവിലെ 9 മണിക്ക് അറബി ഗാനമാണ് നടക്കുന്നത്. അപ്പോൾ അത് കൊണ്ട് തന്നെ 9 മണിയാകുമ്പോൾ നമ്മളിവിടെ എത്തണം. വീട്ടിൽ നിന്ന് ഒരു 8:30ക്കുള്ള ബസ്സുണ്ട്. ആ ബസ്സിന് വന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് 9 മണിക്ക് ഇവിടെ പ്രോഗ്രാം സ്ഥലത്ത് എത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവരിങ്ങനെ പറയുന്നെങ്കിലും 9 മണി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് 10:30 11 മണി വരെ ആകും ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ. രാവിലെ അവർ വന്നു, പിന്നെ ബാക്കി കാര്യങ്ങൾ എല്ലാം സെറ്റാക്കി ഒക്കെ വരുമ്പോൾ കുറേ അങ്ങ് ലേറ്റാവും. അതാണ് സംഭവം. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ കഴിയാറായിട്ടുണ്ട് നമ്മുടെ. പക്ഷേ ഇവിടെ ഓരോ പ്രോഗ്രാമുകളും രാത്രി 12 മണി വരെ ഉണ്ട് കേട്ടോ. ഹൈസ്കൂൾ സെക്ഷനും HSS സെക്ഷനും ഒക്കെ 12 മണി വരെ പ്രോഗ്രാംസ് ഉണ്ട്. നമ്മുടെ LP സെക്ഷൻ ആയതുകൊണ്ടാണ് കുറച്ചെങ്കിലും നേരത്തെ കഴിയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നാളത്തെ വിശേഷങ്ങൾ കാണാം. അപ്പം അതുപോലെ ഇന്ന് നമ്മൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. 11 മണി ആവാറായി. ഇപ്പോഴാണ് അറബി ഗാനം ആരംഭിച്ചത്. അടുത്ത് സഫയുടെ നമ്പറാണ് കേട്ടോ. 11 സഫയ്ക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. നമുക്ക് സഫയുടെ അറബി ഗാനം കേൾക്കാം. 710. അസ്സലാമു അലൈക്കും. അയാ സോമ ഉനാസിന താലുലില്ലമി അയാ ഉമറ ബിലാദിന ഹലുമൂലിയുംനി അയാ സോമ ഉനാസിന താലുലില്ലമി അയാ ഉമറ ബിലാദിന ഹലുമൂലിയുംനി അസ്ബു
ഇവിടുത്തെ അറബി ഗാനവും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മെയിൻ സ്റ്റേജിലോട്ടാണ് പോയത്. അവിടെ നാടോടി നൃത്തം നടക്കുകയാണ് കേട്ടോ. മെയിൻ സ്റ്റേജിൽ ഇപ്പോൾ നാടോടി നൃത്തം നടക്കുകയാണ്. അപ്പോൾ നാടോടി നൃത്തം നമ്മുടെ സ്കൂളിൽ നിന്ന് കൃഷ്ണശ്രീ ഉണ്ട്, നാടോടി നൃത്തത്തിന് സഭയുടെ കൂട്ടുകാർ. അപ്പോൾ കൃഷ്ണശ്രീയുടെ നാടോടി നൃത്തം കാണണമെന്ന് നിർബന്ധം പിടിച്ചിട്ടാണ് ഇതാ ഇവിടെ ഫസ്റ്റ് സ്റ്റേജിലോട്ട് വന്നത്. ഇനിയും കൃഷ്ണശ്രീയുടേത് ആയിട്ടില്ല. 2 പേര് കൂടി കഴിഞ്ഞാൽ മാത്രമേ കൃഷ്ണശ്രീയുടെ നാടോടി നൃത്തം ആവുകയുള്ളൂ. അപ്പോൾ അത് കാണുന്നത് വരെ നമ്മളവിടെ നിൽക്കണം. കൃഷ്ണശ്രീയും ഇനി അറബിക് ഗ്രൂപ്പ് സോങ്ങിനുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയാണ് അറബിക് ഗ്രൂപ്പ് സോങ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാടോടി നൃത്തം കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് അടുത്ത് നമുക്ക് അറബിക് ഗ്രൂപ്പ് സോങ്ങിന് വേണ്ടി റെഡി ആവേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു നാടോടി നൃത്തം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൃഷ്ണശ്രീയും മറ്റും വരത്തുള്ളൂ. അതുകൊണ്ട് സഭ അങ്ങനെ അക്ഷമയായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. ഇതാണ് കൃഷ്ണശ്രീ ഇങ്ങനെ നാടോടി നൃത്തത്തിനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. കൃഷ്ണശ്രീയുടെ പരിപാടി കഴിഞ്ഞു. ഇതാണ് കൃഷ്ണശ്രീ. അപ്പോൾ ഇവരെല്ലാവരും അറബിക് ഗ്രൂപ്പ് സോങ്ങിന് വേണ്ടി റെഡിയായിരിക്കുന്നു. ഈ മുത്തുമണി നിങ്ങൾ കണ്ടു, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നന്നായിട്ട് എല്ലാവരും തലയിൽ മഫ്തയൊക്കെ കെട്ടി ഹിജാബ് ധരിച്ച് നിൽക്കുകയാണ്. എല്ലാ മക്കളും ഹിജാബൊക്കെ ഇട്ട് നിൽക്കുകയാണ്. എല്ലാവർക്കും ചിരിയും വരുന്നുണ്ട്. ഇവിടെയും കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ദേ ഇവിടെ സ്റ്റേജിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റേജിലാണ് ഇവരുടെ പരിപാടി നടക്കുന്നത്. അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ശരിക്കും അവരുടെ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമുള്ള ഡ്രസ്സാണ് ഇവർക്ക്. ഇങ്ങനെയൊക്കെ കെട്ടി എല്ലാം റെഡിയായി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെന്നും നിങ്ങൾ മറക്കരുത്. കുട്ടികൾക്കൊരു പ്രോത്സാഹനമായിക്കോട്ടെ. നിങ്ങളുടെ ഒരു ലൈക്ക് കുട്ടികൾക്ക് എന്ത് പ്രോത്സാഹനമായിരിക്കുമെന്നറിയോ. അതെ, ഇവിടെ നമ്മുടെ ഒരു 1, 2, 3 പേര് കൂടി കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ പരിപാടിയായി. ഇവിടെയും നമ്മുടെ നമ്പർ 11 തന്നെയാണ്, ഞാൻ തന്നെയാണ് ലോട്ടെടുത്തത്. രാവിലെയും സഭയ്ക്ക് 11 കിട്ടിയത്. ഇന്ന്
അങ്ങനെ ഇന്നത്തെ മത്സര ഇനങ്ങളെല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഡേ ആയി. എല്ലാ മത്സരങ്ങളും ഇവരുടേത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ പാട്ടൊക്കെ പാടി ഇറങ്ങിയപ്പം അവർക്ക് വെള്ളം ദാഹം, പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം, വിശക്കുന്നു. അങ്ങനെ നമ്മളിവിടെ ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല ഇരിപ്പിടമൊക്കെ ഉണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലെമൺ ജ്യൂസും അതുപോലെ തന്നെ അവർക്ക് ചിക്കൻ റോളും പറഞ്ഞായിരുന്നു. ചിക്കൻ റോള് എത്തിയിട്ടുണ്ട്. അത്ര വലിയ ടേസ്റ്റൊന്നും ഇല്ല, പിള്ളേർക്ക് അത്ര വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അസ്നാക്ക് 7up മതിയെന്ന് പറഞ്ഞു. അവൾ ലെമൺ ജ്യൂസൊന്നും കുടിക്കാറില്ല, അതുകൊണ്ട് തന്നെ അതിന് 7up മേടിച്ചു കൊടുത്തു. ഇവർ രണ്ടുപേരും സഫയും അഫ്രീനും കൂടി പിന്നെ ചിക്കൻ റോളും ഞാൻ പപ്സ് മേടിച്ചായിരുന്നു. ലെമൺ ജ്യൂസും പപ്സും വാങ്ങി. അവർ സുമയ്യ ബട്ടർ ബന്നായിരുന്നു വാങ്ങിയത്. അപ്പോൾ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് സന്തോഷത്തോടു കൂടി ഇതെല്ലാം കഴിച്ചു.